UDF സ്ഥാനാർത്ഥിക്ക് 35.79% വോട്ടാണ് 2016 കിട്ടിയതെങ്കിൽ 2021 അത് 38 എന്ന് വെച്ചാൽ 3% വോട്ട് കൂടുതൽ കിട്ടി. പോൾ ചെയ്ത വോട്ടിന്റെ 3% കൂടുതൽ കിട്ടി. 38.14% കിട്ടി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയാം, തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥി എന്നത് LDF അല്ലാതായിത്തീരുന്നു. LDF 3ാം സ്ഥാനത്തേക്ക് മാറുന്നു. ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 CH കുഞ്ഞമ്പു ആയിരുന്നു, CPM-ന്റെ നേതാവ് CH കുഞ്ഞമ്പു ആയിരുന്നു CPM-ന് വേണ്ടി മത്സരിച്ചത്, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത്. അത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നേതാവ് VV രമേശനായിരുന്നു മത്സരിച്ചത്. CPM ഉത്തര മലബാറിൽ ഒട്ടും മോശമുള്ള കക്ഷിയല്ല, പക്ഷെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. CPM-ന്റെ നേതാക്കൾ 2 തെരഞ്ഞെടുപ്പിൽ പ്രബലരായ വടക്കേ മലബാറിലെ 2 പ്രബലരായ നേതാക്കൾ മത്സരിച്ചിട്ടും അവരുടെ വോട്ടുകൾ കുറവാണ് ഉണ്ടായത്. CPM-ന്റെ നേതാവ് CH കുഞ്ഞമ്പുവിന് 42,565 വോട്ട് 2016 കിട്ടി. പക്ഷേ 2021 അവർക്ക് കിട്ടിയ വോട്ട്, രമേശിന് കിട്ടിയ വോട്ട് 40,639 ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 2000 വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട് പോയി. അതേ സമയത്ത് BJP നേതാവ് K സുരേന്ദ്രനാണ് ഈ 2 തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല, ജയത്തിന്റെ വക്കത്ത് വരെ എത്തി. 2016 തെരഞ്ഞെടുപ്പിലാണ് ഒരുപക്ഷെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ലീഡിന് മുസ്ലിം ലീഗിന്റെ നേതാവ് മഞ്ചേശ്വരത്ത് ജയിക്കുന്നത്. ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി കഷ്ടിച്ച് തോറ്റു. ജയിക്കുമെന്ന് ഉറപ്പായ അവസാന നിമിഷം വരെ വന്നിട്ട് കേവലം 89 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് സുരേന്ദ്രൻ തോറ്റുപോകുന്നത് 2016. അതേ സുരേന്ദ്രന് തീർച്ചയായിട്ടും അടുത്ത തവണ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അല്പം വ്യത്യാസത്തിന്, എന്ന് പറഞ്ഞാൽ ലീഡിലെ അല്പം കൂടി, UDF സ്ഥാനാർത്ഥിക്ക് അല്പം കൂടി 745. അങ്ങനെയാണ് ഇവിടെ ജയിച്ചത്. ഈ മണ്ഡലത്തിന്റെ മൊത്തം പ്രത്യേകത എടുക്കുമ്പോൾ ഈ കാലം വരെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കേരള രൂപീകരണത്തിന് ശേഷം, സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണയും മുസ്ലിം ലീഗാണ് ഇങ്ങനെ കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത്. ഒരു പ്രത്യേകത അതാണ്. 8 തവണയും മുസ്ലിം ലീഗ് ജയിച്ചു, 4 തവണ CPI ജയിച്ചു, 2 തവണ CPM ജയിച്ചു, 1 തവണ CPM ജയിച്ചിട്ടുണ്ട്, 1 തവണ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. എല്ലാവരും ജയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത BJPക്ക് എന്നും അവിടെ വിജയസാധ്യതയുണ്ട്. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.